ലഹരിക്കടത്ത് തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്കിടെ പാലക്കാട് ഹേമാംബിക പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയടക്കം 3 പോലീസുകാരെ ആക്രമിച്ച കേസിലെ പ്രതി ജിനേഷ് സൈനികനാണ്. റാഞ്ചിയിൽ നിന്ന് നാട്ടിൽ ലീവിനെത്തിയതാണ് ജിനേഷ്. ജിനേഷിന്റെ സുഹൃത്തുക്കളായ തൃക്കളൂർ സ്വദേശികളായ രഞ്ജിത്ത്, അനീഷ്, അരിയന്നൂർ സ്വദേശി പ്രവീൺ എന്നിവരും പോലീസിന്റെ പിടിയിലായി. ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI S സുദർശന, SI ജോൺ സേവ്യർ, സീനിയർ CPO രജീഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ പരസ്യമായി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. സംഭവത്തിൽ റാഞ്ചിയിൽ നിന്ന് നാട്ടിൽ അവധിക്കെത്തിയ സൈനികനായ മണ്ണാർക്കാട് സ്വദേശി ജിനേഷാണ് പ്രധാന പ്രതിയെന്ന് പോലീസ് പറയുന്നു. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ തുടർ വിദഗ്ധ ചികിത്സയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. മലമ്പുഴ പയ്യക്കുന്ന് ഭാഗത്ത് വൈകിട്ട് 6:30ഓടെയായിരുന്നു നാടകീയമായ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും മലമ്പുഴ ഭാഗങ്ങളിലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് ശക്തമായ വാഹന പരിശോധന നടത്തുകയായിരുന്നു. ഈ സമയം മലമ്പുഴ ഭാഗത്തു നിന്നും അമിത വേഗതയിൽ വന്ന പ്രതികളുടെ കാർ പോലീസ് കൈകാട്ടി തടഞ്ഞു നിർത്തി. തുടർന്ന് വാഹനം വിശദമായി പരിശോധിക്കണമെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI ജോൺ സേവ്യർ ആവശ്യപ്പെട്ടതോടെ കാറിലുണ്ടായിരുന്നവർ പോലീസിനോട് തട്ടിക്കയറുകയായിരുന്നു. യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് പ്രതികൾ പോലീസിനെതിരെ അക്രമം അഴിച്ചുവിട്ടത്. കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുകയായിരുന്ന സൈനികനായ ജിനേഷ് പെട്ടെന്ന് SI ജോൺ സേവ്യറുടെ മുഖത്തടിക്കുകയായിരുന്നു. അടിയുടെ ആഘാതത്തിൽ SIയുടെ കണ്ണട തകർന്നു. തുടർന്ന് ഇത് തടയാൻ ചെന്ന വനിതാ പ്രിൻസിപ്പൽ SI സുദർശന അടക്കമുള്ള മറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയും സംഘം തിരിഞ്ഞു. ഇതിനിടയിൽ പ്രതികളിൽ ഒരാൾ SI സേവ്യറുടെ കഴുത്തിൽ ചവിട്ടി ഞെരിച്ചതായും വിവരമുണ്ട്. കസ്റ്റഡിയിലെടുക്കാൻ ബലപ്രയോഗം നടത്തി വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചപ്പോഴും ഇവർ പോലീസുകാരെ കാലുയർത്തി തൊഴിക്കുകയായിരുന്നു. പ്രതികൾ കടുത്ത ലഹരിയിലായിരുന്നുവെന്നും പരിശോധനയിൽ കാറിനുള്ളിൽ നിന്നും മദ്യക്കുപ്പികൾ കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചു. പ്രതികളെ പിന്നീട് വൈദ്യപരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പോലീസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ഹോംഗാർഡ് സമയോചിതമായി സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയാണ് പ്രതികളെ 4 പേരെയും ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വനിതാ ഉദ്യോഗസ്ഥയെ ഉൾപ്പെടെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനും പരസ്യമായി അസഭ്യം പറഞ്ഞതിനുമുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഹേമാംബിക നഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും.